ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2025 നമ്മുടെ ചാക്കോച്ചൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് എത്താൻ പോവുകയാണ്. പോലീസ് പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ് ജനുവരി മാസം ആസിഫ് അലി കയ്യടി നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അതേ ചരിത്രം ആവർത്തിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ചാക്കോച്ചനും എത്തുകയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന നല്ലൊരു ടൈറ്റിലൊക്കെ ആയിട്ട് സംഭവം രസമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ചാക്കോച്ചനൊപ്പം തന്നെ നായികയായിട്ട് പ്രിയാമണി എത്തുമ്പോൾ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുക ജിത്തു അഷ്റഫാണ്. എന്തെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലർ ചിത്രത്തിന് അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമ കാണാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ആ ട്രെയിലർ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എന്തോ സീരിയസ് ആയിട്ടുള്ളൊരു ക്രൈം നടത്തുപോലത്തെ തുടക്കം തന്നെയാണ് കേട്ടോ. ഇതിൽ ഒരാൾ മാത്രം വായി ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിട്ടുണ്ട്. സനൂട്ടിൻ്റെ മറ്റൊരു രീതി എന്തെങ്കിലും ആയിരിക്കും. മാർട്ടിൻ പ്രകാട് ഫിലിം നായാട്ടാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന തെളിവുകളെ പരസ്പരം കണക്ട് ചെയ്തുണ്ടാക്കുന്ന കഥയാണ് കുറ്റാന്വേഷണം. നിന്റെ ഈ സ്വഭാവം കൊണ്ട് ഡിവൈഎസ്പി ആയിരുന്നു ഇപ്പൊ CID കേസ് കളിച്ചോണ്ടിരിക്കുന്നത്. 174 കാരണം അകത്ത് ബലപ്രയോഗത്തിനോ മറ്റോ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. മാത്രമല്ല വീടകത്തൊന്നും കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഇത് ആത്മഹത്യയല്ല, കൊലപാതകവും. ഇന്നലെ രാത്രി ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ചെറുക്കനൊരു രക്ഷയില്ലാതെ കത്തിക്കേറി പോവാണല്ലോ. DSPക്ക് റിപ്പോർട്ട് കൊടുത്തേക്ക്. I am unfit for this job. Hello, officer. കിട്ടിയിട്ടൊരു ട്രെയിലർ തന്നെ കണ്ടിട്ടോ. എന്തൊക്കെയാണ് ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടുള്ള ഒരു വിരുന്ന് തന്നെയായിരിക്കും. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറൊക്കെ ഒരുക്കിയിട്ടുണ്ട്. DYSP ആയിട്ട് വരുന്ന ആൾ ഒരു CA ലെവലിലോട്ട് മാറണമെങ്കിൽ അത്രത്തോളം ഡ്യൂട്ടിയിൽ ആത്മാർത്ഥതയുള്ള ഒരു ക്യാരക്ടറായിരിക്കും നമ്മുടെ ചാക്കോച്ചൻ്റെ ക്യാരക്ടർ എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് സംഭവം നൈസായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എടുത്തു പറയേണ്ട ആനന്ദം എന്ന് പറയുന്ന സിനിമയിലൂടെ കയറി വന്ന വിശാഖ് നായരാട്ടോ. പുള്ളി ഇങ്ങനെ ഓരോ പടം കഴിയുന്നതോറും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ചെയ്ത് ഇപ്പോൾ ഹിന്ദിയിലും പടമൊക്കെ ചെയ്ത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കഥ പറയുന്ന സിനിമയൊക്കെ ചെയ്ത് സംഭവം സക്സസ്ഫുള്ളായിട്ട് പുള്ളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിനിമയ്ക്കകത്ത് ശക്തമായിട്ടൊരു വില്ലൻ വേഷത്തിലെ പുള്ളി വരുന്നത് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സിനിമ തീർച്ചയായിട്ടും ഈ ഒരു വ്യാഴാഴ്ച ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന ഉറപ്പിച്ചിരിക്കുന്ന ചിത്രമാണ്. വ്യാഴാഴ്ച കാണാൻ പറ്റിയിരിക്കും. ഈ വരുന്ന ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ടൈം പോലെ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ വ്യാഴാഴ്ച നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.